ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എങ്ങോട്ടാ പോണേന്നറിയോ? അഭയാരണ്യം. അതെന്താ സ്ഥലം എന്നറിയോ? കുറേ ആനകളും മാനുകളും പൂമ്പാറ്റകളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇതിലെ ഫ്രണ്ട് വ്യൂ ആണ്. ആർട്ടിഫിഷ്യലായി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു വാട്ടർഫോൾസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. എൽഡർ പീപ്പിൾസിൻ്റെ ടിക്കറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ പൈസ താഴെയുള്ളവർക്ക് ഏറ്റവും ഫ്രീയാണ്. ഈ പൂമ്പാറ്റ ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമായ ബട്ടർഫ്ലൈ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള ബട്ടർഫ്ലൈ ആണ് അവിടെ ഉള്ളതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷികളുടെ തരത്തിലുള്ള കരച്ചിൽ മുക്കി കേൾക്കാൻ പറ്റും. ഇവിടെ എലിഫന്റ് ക്യാമ്പ്, പാർക്ക്, അങ്ങനെ പലതുമുണ്ട്. ഇനി നമ്മൾ കയറുന്നത് ആപ്രിക്കാട് മിനി സൂയിലേക്കാണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള മാനുകളും നാവുകളും കാണാൻ സാധിക്കും. ഇല്ലി കൊണ്ട് മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് തണുപ്പും തണലും കിട്ടുന്നു. ഇതാ കണ്ടോ, കൊമ്പുള്ള മാനുകൾ. ഒരുത്തൻ അവിടെ നിന്ന് പതുക്കെ നടന്നു പറഞ്ഞുകൊണ്ടുണ്ട്. ഒടിഞ്ഞ കൊമ്പുകളിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ ഫാമിലി ആയിട്ടാണ് വിസിറ്റ് ചെയ്തത് കേട്ടോ. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ അടുത്ത മാങ്കൂട്ടങ്ങളിലെ കാണാം. ഞാൻ ആദ്യമായാണ് സാമ്പാർ ഡിയറിന് കേൾക്കുന്നത്. ഈ കിടക്കുന്നതാണ് സാമ്പാർ ഡിയർ. കൂട്ടൻ മാനുകളെ കാണാം. പിന്നെ നമുക്ക് കുഞ്ഞു മാനുകളെ കാണാം. ഇതെല്ലാം പലതരം കൂടുകളായിട്ടാണ് വേർതിരിച്ച് കിടത്തിക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്തായിരുന്നു. അവർ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നേരെ നമ്മൾ നടന്ന് ചെന്ന് എത്തുന്നത് ഒരു കൂട്ടം ആനകളുടെ അടുത്തേക്കാണ്. ഈ ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ച് അവയെ നക്കിയെടുത്ത് ഓരോരോ പാപ്പന്മാർ നോക്കുന്നുണ്ട്. ഓരോ ആനയുടെയും പേരും വയസ്സും എഴുതി വച്ചിട്ടുണ്ട്. ആനക്കുളി കണ്ടിട്ടുണ്ടോ ഗായ്സ്? ആനക്ക് കുളിക്കാനേ അവിടെ ഒരു ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുവട്ടിൽ തന്നെ അവനെ നോക്കുന്ന പാപ്പാനും ഉണ്ട്. വെള്ളം കോരി നല്ല സുഖത്തിൽ കുളിക്കുക. അടുത്തവനെ കണ്ടോ? ഇത് ഒരു പെണ്ണാനയാ, പാർവതി ആന. ദേഷ്യം വന്ന് നിൽക്കാന്ന് തോന്നുന്നു. ചെന്നിട്ടാണോ എന്നറിയില്ല. കിടന്നതൊക്കെ എടുത്തുകൊണ്ട് തിന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആനകളുമുണ്ട്. ഇവരെല്ലാവരെയും കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാ. ഒരുപാട് ആൾക്കാരെ ആനയെ കാണാൻ വരുന്നുണ്ട്. ആ നിൽക്കുന്ന ആനേനെ ഈ കുട്ടീന്ന് കൊണ്ടുപോകുക. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇപ്പൊ കൊണ്ടുവരും. ഇവന്മാരെ ചെക്ക് ചില്ലിയാണ് കേട്ടോ. എന്താണെന്നറിയോ? ഈ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര കമ്മിയാ. തുമ്പിക്കൈയൊക്കെ നീട്ടി ഡാൻസ് കളിക്കും. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കണ്ടപ്പോഴേ ഈ ആന ഡാൻസ് കളിക്കുന്നത് കണ്ടോ? അത് നോക്കി അമ്പലം നിൽക്കുന്നതാണ് ആന. വെയിലാണെങ്കിലും ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഈ കൊമ്പനാനിനെ കണ്ടോ? ഇവനെ ആ പാപ്പാൻ കുളിച്ചോണ്ടിരിക്കുക. തുടുത്ത നീളൻ കൊമ്പുള്ള നല്ല ഉശിരുള്ള ആന. ആ ആനക്ക് 54 വയസ്സുണ്ട്. പാപ്പാൻ വെള്ളം ഒഴിക്കുമ്പോൾ അവൻ തുള്ളി കുളിക്കുക. നല്ല ചൂടൊക്കെ അല്ലേ, ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആ തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് വീശി എറിയുന്നത് കണ്ടോ? ഇതാണ് ഗായ്സ് ആനക്കുളി. സൂപ്പർ അല്ലേ? ജീവിതത്തിലൊക്കെ ഇതൊക്കെ ആസ്വദിക്കണം. ഇടയ്ക്കൊക്കെ ഫാമിലിയായി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യണം. എൻ്റെ അമ്മേ, ഈ സീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. എൻ്റെ അടുത്ത് കൂടി
ഇങ്ങനെ ഒരു ആന നടന്നു പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ. അവന്റെ വരവ് കണ്ടോ? നേരത്തെ നമ്മൾ കുളിക്കുന്ന കണ്ടില്ലേ? ആ ആനയാണിത്. ഈ ആനേന്റെ പേരാണ് സുമതി. കുളിയെല്ലാം കഴിഞ്ഞ് തീറ്റയൊക്കെ കൂട്ടിലേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. നല്ല ഉശിരുള്ള ആന. ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് കൂടിയാണ് ഈ ആന പോകുന്നത്. ഒരു മരത്തിൽ അപ്പടിയും വരെ ഉണ്ടെന്ന് തോന്നുന്നു. തനിക്ക് തിന്നാനുള്ള തീറ്റയുമായി അവൾ കൂട്ടിലോട്ട് കയറി. പാപ്പാൻ പറയുന്നതൊക്കെ കൃത്യമായി അനുസരിക്കുന്നുണ്ട്. ഇനി വെറൈറ്റി ആനേനാണ് ഇനി കാണാൻ പോകുന്നത്. ആ ആന കുറച്ച് ദൂരെയാ. അങ്ങ് ദൂരെ. ആ ആനേന്റെ പേരെന്താണെന്നറിയോ? പീലാടി ചന്ദ്രു. അവനൊരു പ്രത്യേകതയുണ്ട് ഗായ്സ്. എന്താണെന്നറിയോ? ആ നിൽക്കുന്ന കൊമ്പനാണ് പറഞ്ഞ പീലാടി ചന്ദ്രു. അവനെ 9 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇതാണ് കാട്ടിക്കൊണ്ട് ആനേനെ പിടിച്ചിടുന്ന സാധനം.